ഏതായാലും നമുക്ക് ഇന്ന് നല്ലൊരു പൊൻപുലരി സമ്മാനിച്ച ജഗദീശ്വരന് നന്ദി അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് കടപ്പാട് അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ഇന്ന് പ്രോഗ്രാം എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കാനില്ല, എങ്കിലും നമ്മുടെ ഈ ബിസിനസ്സിൽ എന്താണ് ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പേ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെന്നെ പ്രൊഫഷണലി സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിനൊക്കെ മുന്നോടിയായി എനിക്ക് ആദ്യം നമ്മുടെ ഒരു ദിവസം മുമ്പേ, ഇന്നലെ കഴിഞ്ഞ് അതിന് തൊട്ട മുമ്പേ മിനിഞ്ഞാന്ന് നമ്മുടെ ഒരു മെഗാ ഇവന്റ് നടന്നു, സ്പാർക്ക് സീസൺ 1. അതിന് ഹൃദ്യമായ നന്ദി അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ അറിയിക്കാതെ തുടങ്ങുന്നത് ശരിയല്ല. ഒരു മികച്ച ഒരു പ്രോഗ്രാം, ആദ്യമായി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ലീഡേഴ്സ് അയ്യൂബ് സാർ ഉൾപ്പെടെ, പ്രധാനമായും എനിക്ക് തോന്നുന്നു അയ്യൂബ് സാറാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അതേപോലെ ഉമർ ഉസ്താദും റമീസ് സാറും ഷാഹിർ സാറും, അങ്ങനെയുള്ള എല്ലാ ലീഡേഴ്സും, ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ് അതിന്റെ സമയം പോകുന്നില്ല, നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സും മുൻകൈ എടുത്തുകൊണ്ട് വളരെ നല്ല ഒരു പ്രോഗ്രാം നമ്മളവിടെ സംഘടിപ്പിച്ചു. വളരെ മികച്ച രീതിയിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രോഗ്രാം നടത്തി അതിനെ വിജയിപ്പിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ കൃത്യമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് തുടങ്ങാം. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, പ്രൊഫഷണലി സിവിൽ എഞ്ചിനീയർ ആണ്, കൺസ്ട്രക്ഷൻ മേഖലയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാരണങ്ങളുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം ഞാൻ തുടക്കത്തിൽ തിരിച്ചറിഞ്ഞ ആളല്ല. ഇതിൽ വന്ന ആരും അങ്ങനെ തിരിച്ചറിഞ്ഞ ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ലീഡർ, നമ്മുടെ ബെൽനിസർ, IITC എന്ന് നമ്മൾ അഭിമാനത്തോടെ ഇന്ന് സംസാരിക്കുന്ന അദ്ദേഹം പോലും ഇതിനെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ല വന്നത്. ഒരു സുഹൃത്ത് ആദ്യം പറഞ്ഞു, നമ്മുടെ ബിജു BK സർ. അന്ന് അദ്ദേഹത്തോട് ബെൽനി സാർ ചോദിച്ചൊരു ചോദ്യം അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കയ്യും കാലും ഇല്ലേ, ആരോഗ്യമില്ലേ, അധ്വാനിച്ച് ജീവിച്ചൂടെ, വേണ്ടാത്ത പണിക്ക് പോകണ്ട, ആളെ പറ്റിച്ചുള്ള പൈസ കൊണ്ട് ജീവിക്കാൻ ഞാൻ അത്ര മോശക്കാരനല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഇതേ ബെൽനി സാറെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് പിന്നീട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊരു മികച്ച ലീഡറെയും ട്രെയിനറെയും നമുക്ക് ഇന്ന് തന്നത്. ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകളെ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഇവരൊന്നും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത മനസ്സിലാക്കി വന്നതല്ല, നമ്മളും ആ രീതിയിൽ വന്നതല്ല. അപ്പൊ തീർച്ചയായും നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇത് അവർക്ക് ഒട്ടും മനസ്സിലാകാത്ത ഒരു വിഷയമാണ്. അവർക്കിതിനെ യാതൊരു താല്പര്യവും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അത് മാത്രമല്ല, ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ടറിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എത്രയോ ആളുകൾ ഇതിന്റെ നെഗറ്റീവ് വശങ്ങളാണ് കൂടുതലും അറിഞ്ഞിട്ടുണ്ടാകുക എന്നുള്ളൊരു ബോധ്യവും നമുക്കുണ്ടാകണം. ഇത് പറയാനുള്ള കാരണം, ഞാനും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് 2006 ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക്. ഇതിന്റെ പാരന്റ് കമ്പനിയിൽ തന്നെ, ഞാൻ വേറൊരു കമ്പനിയിലേക്ക് പോയിട്ടില്ല. ഇതിന്റെ പാരന്റ് കമ്പനിയായി പ്രവർത്തിച്ച കമ്പനിയിൽ 2006 ഞാൻ കടന്നു വരുന്നത്. ഈ കമ്പനി തുടങ്ങിയത് 2003 ഞാൻ കടന്നു വരുന്നത്. 2006 ബെൽനി സാറാണ് കടന്നത്. 2003 ഞാൻ ഈ അവസരത്തിലേക്ക് എൻ്റർ ചെയ്തു. പക്ഷെ എൻ്റർ ചെയ്ത് അതേ സ്പീഡിൽ തന്നെ ഞാൻ പുറത്തേക്ക് പോയി. കാരണം ഇതിന്റെ സിസ്റ്റവുമായി കണക്ട് ചെയ്യാൻ എന്നെ പരിചയപ്പെടുത്തിയ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. ആ സമയത്ത് ആ സിസ്റ്റവുമായി എന്നെ കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നല്ല ലീഡർഷിപ്പ് ചിലപ്പോൾ എത്തിയേക്കാം, ഉറപ്പ് പറയുന്നില്ല. എന്റെ അവസ്ഥ അനുസരിച്ചുണ്ടാവും. 2003 പരിചയപ്പെടുത്തിയ ഇതേ ബിസിനസ് എന്നോട് പിന്നീട് പറയുന്നത് 2008. ആ 2008 പരിചയപ്പെടുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ കൂടെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ അതേ പ്രൊഫഷനായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ്. സർവേയറും എഞ്ചിനീയറും ഒക്കെ ആയിട്ടുള്ള നാസറാണ് പിന്നീട് എന്നോട് പരിചയപ്പെടുന്നത്. ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഡോക്ടറാണ്, ഒരു ഹോമിയോ ഡോക്ടറാണ് 2003 പരിചയപ്പെടുത്തിയത്. അതേപോലെ തിരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, പരിചയപ്പെടുത്തിയ ആള് ട്രാൻസ്ഫർ ആയി
മറ്റൊരു സ്ഥലത്തേക്ക് പോയി. സ്വാഭാവികമായി എനിക്ക് അവിടെ നിർത്തേണ്ടി വന്നു. 2008 പരിചയപ്പെടുത്തിയ വ്യക്തി ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്ത് പുറകിൽ ഒരു ലിഫ്റ്റ് കൊടുത്താണ് അദ്ദേഹത്തിന് വീട്ടിന് മുമ്പിൽ എത്തിയ സമയത്ത് നാസർ എന്നോട് പറഞ്ഞു, സർവേയർ ആണ്, ഇപ്പൊ അദ്ദേഹം കോഴിക്കോട് വർക്ക് ചെയ്യുന്നു, ഹരീഷ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോവാം. അങ്ങനെ ചായ കുടിക്കാൻ കയറിയതാണ്. ചായ കുടിച്ച് ഇറങ്ങാൻ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് നമുക്ക് സംസാരിച്ചൊക്കെ പോവാം, ഇപ്പം തന്നെ പോയിട്ട് എന്താ കാര്യം, നേരത്തെ വീട്ടിൽ പോയിട്ട് കാര്യം, അവിടെ കുറച്ച് നമുക്ക് കഥയൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കഥ പറഞ്ഞിരുത്തിയത് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിന്റെ ഹോം മീറ്റിംഗ് ആയിരുന്നു. ആ ഹോം മീറ്റിംഗിൽ അദ്ദേഹം വിളിച്ച ആരും വന്നിട്ടില്ല. അപ്പോ യാദൃശ്യമായി എന്നെ കിട്ടി, എന്നെ അവിടെ ഇരുത്തുക, അവരുടെ ഉദ്ദേശം അതാണ്. അങ്ങനെ ആ ഉദ്ദേശത്തിൽ അവർ വിജയിച്ചു. ആ ബിസിനസ് ഞാൻ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത സമയത്ത് ഒരു ആദിൽ, ഒരു സലീം, ഈ മൂന്നാളുകൾ ആണ്. അവർ ആദിൽ ലീഡറാണ്, സലീം തൊട്ട മുമ്പേ വന്ന അസോസിയേറ്റ് ആണ്, അതിനുശേഷം വന്നതാണ് നാസർ. അപ്പോ എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് നാസർ എന്നുള്ള, മറ്റുള്ളവർ എനിക്ക് പരിചയമില്ല. അവരൊക്കെ എനിക്ക് തന്ന കമ്മിറ്റ്മെന്റ്, നമ്മൾ ഫുൾ ടൈം ഇറങ്ങാൻ പോവുകയാണ്, 100% നമുക്കിത് വിജയിക്കാം, നിങ്ങൾക്ക് സാധ്യത മനസ്സിലായ ആളല്ലേ, അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ഒന്നിച്ച് മുന്നേറാന്ന് പറഞ്ഞു. മുന്നേറാൻ വേണ്ടി ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞ സമയത്താണ് ആദിൽ പറയുന്നത്, എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ വിസ കിട്ടിയിട്ട് ഞാൻ പോവുകയാണ്. സ്വാഭാവികം നാസർ സർവേ സെക്ഷനിൽ തന്നെ അദ്ദേഹം വേറെ വഴിക്ക് പോയി. അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. അവിടെ ഞാൻ നിർത്തി. മൂന്നാമതായിട്ടാണ് നമ്മുടെ ബിജു ബി കെ സർ, ഇന്നത്തെയും എന്റെ ലീഡറായിട്ടുള്ള ബിജു ബി കെ സർ എന്റെ ഓഫീസിലേക്ക് കടന്നു വരുന്നത്. ഒരു സന്ധ്യാസമയത്താണ് കടന്നു വരുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചു പറഞ്ഞു, ബിജു സാറേ, ഇത് ഞാൻ 2 പ്രാവശ്യം കേട്ടതാണ്, അസോസിയേറ്റ് ആണ്, പക്ഷെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ആവേശമൊക്കെ പലരും പറയും, പക്ഷെ ആവേശത്തിനനുസരിച്ചുള്ള പെർഫോമൻസ് ഈ പറയുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ലെവലിന് മുമ്പിൽ എനിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം ചെയ്ത അവസാനത്തെ അടവ് എന്ന് പറയുന്നത്, അന്ന് ഒരു ചെക്ക് എടുത്ത് എഴുതി, ബ്ലാങ്ക് ചെക്ക് എഴുതി സൈൻ ചെയ്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ നിങ്ങളെ പറ്റിച്ചതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രയാണോ നഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഈ ഒരു കോൺഫിഡൻസ് ലെവലിന് മുമ്പിൽ എനിക്ക് പരാജയം സമ്മതിക്കാതെ വയ്യ. ഞാൻ അങ്ങനെ അസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അസോസിയേഷൻ അല്ല. തൽക്കാലം ഇവരെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. ഈ ബിജു ബി കെ എന്ന് പറഞ്ഞ ആളെയും എനിക്കൊന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്. ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഓക്കെ പറഞ്ഞു. പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തു, ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു. എനിക്ക് ഇയാളെ ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. എന്ന് പറഞ്ഞ് നമുക്ക് സെയിൽ എടുക്കണം, ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ സെയിൽ എടുക്കണം എന്ന് പറഞ്ഞത് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഓർമ്മിച്ചിട്ടില്ല. രാത്രി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു പോയ ഈ വ്യക്തികൾ 2 പേരും രാവിലെ 6 മണിക്ക് എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട് ഇതുവരെ അവർ കണ്ടിട്ടില്ല, എവിടെയാണെന്ന് പോലും കൃത്യമായ അറിവില്ല. എഞ്ചിനീയർ ഹരികൃഷ്ണന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി വന്നതാണ് 6 മണിക്ക്. ആരോട് ചോദിച്ചെന്ന് പോലും എനിക്കറിയില്ല. അത്രയും നേരം വിളിക്കുന്ന സമയത്ത് ആരോട് ചോദിക്കാൻ പറ്റിയെന്ന് അറിയില്ല. 6 മണിക്ക് ഇവർ എന്റെ വീട്ടിലെത്തണമെങ്കിൽ മിനിമം ഒരു 4:30 അവർ എഴുന്നേറ്റ് അവരെ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 5-5:15 വീട്ടിൽ പുറപ്പെട്ടെങ്കിൽ മാത്രമേ 6 മണിക്ക് എന്റെ വീട്ടിലെത്തുള്ളൂ. അത്രയും ദൂരമുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അപ്പോ ഇത് എന്തിനു പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇത്രയും കഥ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ എന്റെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട്? ഒരാവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത്, ഒരാളെ കൺവിൻസ് ചെയ്താൽ സെയിൽ ക്ലോസിംഗ് 24 hours അപ്പുറത്തെ പോകാൻ പാടില്ല. അതിൽ തന്നെ ഒരാളെ കൺവിൻസ് ചെയ്യാനും മൈൻഡ് ബ്ലോക്ക് ഇല്ലാതെ ഒരാളെ എൻ്റർ ചെയ്യിക്കാനും ഏത് തീരുമാനം എടുപ്പിക്കാനും ഏറ്റവും പ്രധാനം അതിരാവിലെയാണ്. ഞാൻ പഠിച്ചൊരു പാടാണ്. വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5 നയ പൈസ ഇല്ല. പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ്, കൺസ്ട്രക്ഷൻ ഉണ്ട്, കോൺട്രാക്ട് വർക്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ കയ്യിലെടുക്കാൻ പൈസ ഇല്ല. കാരണം പല സമയത്തും വർക്കേഴ്സിന് സാലറി കൊടുക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് റെന്റ് കൊടുക്കാനൊക്കെയായി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്ന മേഖലയാണ് നേരത്തെ. ഇപ്പോൾ അങ്ങനല്ല, ഒക്കെ പെർഫെക്റ്റ് ആയ അവിടെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. ആളുകൾ പല സമയത്ത് നമുക്ക് പണം തരാറില്ല. യഥാസമയത്ത് പണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും റോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ 2009 ഞാൻ പിന്നീട് ഇതിന്റെ പാരന്റ് കമ്പനിയിലേക്ക് വരുന്നത്.
ഞാൻ വന്ന ആ ആഴ്ചയാണ് നമ്മുടെ ഗ്രേറ്റ് ITC ലീഡർ, അന്ന് ITC എന്നല്ല പറയുക, അന്നത്തെ റാങ്ക് ഗോൾഡ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് ആയിരുന്നു. വെൽനസ് സാർ ഗോൾഡ് എക്സിക്യൂട്ടീവായി. അന്നത്തെ സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 1,30,000 രൂപയായിരുന്നു. വെൽനസ് സാറ് അന്നത്തെ എന്റെ സെയിലോട് കൂടിയാണ് വെൽനസ് സാർ അന്ന് സീലിംഗ് അച്ചീവ്മെന്റ് ആയിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ വെൽനസ് സാറിന്റെ തുടക്കകാലത്തുള്ള ഒരു ലീഡർ അല്ല ഞാൻ എന്നാണ് പറഞ്ഞു വന്നത്. എന്നിട്ട് എങ്ങനെയാണ് വെൽനസ് സാറിന്റെ തുടക്കകാലത്തുള്ള ലീഡറായി ഞാൻ ഇന്ന് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കമ്മിറ്റ്മെന്റിന്റെ കഥയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിയമമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 2011 ഞങ്ങൾക്കൊക്കെ മാറി നിൽക്കേണ്ടി വന്നു എന്ന് വെല്ലു സാറും ലീഡേഴ്സും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് മാത്രമായി ഒരു നിയമനിർമ്മാണം ഇന്ത്യയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2011 മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് 2011 മുതൽ 2015 വരെയുള്ള കാലഘട്ടം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കൂടെ ആർക്കും ഒരു വരുമാനമില്ല. ബിജു BK സാർ കല്യാൺ ജ്വല്ലറിയിലെ സെയിൽസിൽ കയറി. ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ, അതിനും എനിക്ക് ഏർപ്പാടാക്കി തന്നത്, അല്ലെങ്കിൽ ആ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ അഡ്വൈസറായിട്ട് പോസ്റ്റിംഗ് തന്നതും നമ്മുടെ ഇതേ വെൽനസ് സാറാണ്. കാരണം എന്റെ നിലവിലുള്ള ഓഫീസുകളൊക്കെ അടച്ചു പൂട്ടിയാണ് ഞാൻ അന്ന് ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും എന്റെ വരുമാന മാർഗം പൂർണ്ണമായും നിലച്ചു എന്ന് മനസ്സിലാക്കിയ വെൽനസ് സാർ എനിക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ മറ്റു മാർഗങ്ങൾ തേടിയതിന്റെ ഭാഗമായിട്ട് ഞാനും അവിടെ എത്തുന്നത്. ഇനി ഈ കമ്പനിയെ നേരത്തെ 2011 മാറ്റി നിർത്തിയ അതേ കമ്പനി എന്തുകൊണ്ട് 2015 ശേഷം വീണ്ടും ഏറ്റെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കമ്പനിയിലും ഈ മാനേജ്മെന്റിനോടുള്ള വിശ്വാസമാണ്. വെൽനസ് സാർ എന്തുകൊണ്ട് ഏറ്റെടുത്തു? മാനേജ്മെന്റിലും കമ്പനിയിലുള്ള വിശ്വാസമാണ്, പ്രൊഡക്റ്റിലല്ല. പ്രൊഡക്റ്റ് പുതിയതായിട്ട് വന്നതാണ്, ആദ്യം ഈ പ്രൊഡക്റ്റ് അല്ലായിരുന്നു. ആദ്യം ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയിരുന്നു. സ്വാഭാവികമായും ഹോം അപ്ലയൻസസ് ഒക്കെ ആയിരുന്നു. സ്വാഭാവികമായിട്ട് കംപ്ലൈന്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൊടുത്ത ഒരു ഉൽപ്പന്നമാണ് ഇൻഡക്ഷൻ കുക്കർ. ഇപ്പൊ ഇൻഡക്ഷൻ കുക്കർ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അന്ന് ഇൻഡക്ഷൻ കുക്കർ ആദ്യമായി വിപണിയിലേക്ക് അവതരിപ്പിച്ചത് ഇതിന്റെ പാരന്റ് കമ്പനിയായിരുന്നു. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, അങ്ങനെ പുകയും കരിയും ഒന്നുമില്ലാത്ത ഒരടുപ്പ്, ചൂടില്ലാത്ത ഒരടുപ്പ്, അതാദ്യമായിട്ട് വിപണിയിലേക്ക് ജനങ്ങളെ അറിയിച്ചത്, ഇറക്കിയത് നമ്മുടെ പാരന്റ് കമ്പനിയായിരുന്നു. അപ്പോ എന്തുകൊണ്ട് ഞാൻ ഈ കമ്പനിയെ പിന്നെയും വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വെൽനസ് സാർ ഈ കമ്പനിയെ പിന്നെയും വിശ്വസിച്ചു, എന്തുകൊണ്ട് അനീഷ് സാർ പിന്നെയും ഇതിനെ വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പവർഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റ്. നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഈ മാനേജ്മെന്റ് തുടക്കത്തിൽ തന്നെ അതിന്റെ ആദ്യത്തെ മൂലധനം എന്ന് പറയുന്നത് 5 കോടിയാണ്. ഇപ്പോഴല്ല, 2001. 2001 5 കോടി മൂലധനവുമായി 24 ഓഗസ്റ്റ് 2001, കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 ഓഗസ്റ്റ് 2001 ആണ്. ആ സമയത്താണ് നമ്മുടെ കമ്പനി മാനേജ്മെന്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി കാലെടുത്തത്. ആ സമയത്ത് 5 കോടി മൂലധനവുമായി തുടങ്ങിയ കമ്പനി അതേ വർഷം തന്നെ, അതായത് ചുരുക്കി പറഞ്ഞ 4 മാസം, ആ 4 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ മൂലധനം പ്ലസ് 99 കോടിയായി ഉയർത്തി. അപ്പൊ എത്രയാ? ഏകദേശം 100 കോടിക്ക് മേലെ മൂലധനവുമായി തുടങ്ങിയ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പവർ എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ മേഖലയിൽ ഇതിനെ പ്രശ്നങ്ങൾ വന്ന സമയത്ത്, നിയമമില്ലാത്ത സമയത്ത്, മറ്റു പല കമ്പനികളുടെ മാനേജ്മെന്റും കിട്ടിയത് ലാഭം എന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയ സമയത്തും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ലീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് വെൽനസ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം. ഓരോ ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഈ കമ്പനിയിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെയും കമ്പനി കേസിന് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കേസ് പോലും ഫയലായിട്ടില്ല. മറ്റു പല കമ്പനികളിൽ പ്രവർത്തിച്ച ആളുകൾ ഉള്ളിൽ കിടക്കുന്ന സമയത്തും ഒരു ലീഡറെ പോലും, ഒരു അസോസിയേറ്റിനെ പോലും നിയമത്തിന്റെ കുരുക്കിലേക്ക് വിട്ടുകൊടുക്കാൻ നമ്മളെ കമ്പനി തയ്യാറായിട്ടില്ല. അവിടെയാണ് രണ്ടാമത്തെ കാര്യം, ഇതിനെ വിശ്വസിക്കാനുള്ള കാര്യം. അപ്പൊ തീർച്ചയായും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റ് പിന്നിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ ഇതിന്റെ സ്റ്റാർട്ടിങ് 2015 ജൂലൈ 29 നിയമം കേരളത്തിൽ നടപ്പിലാകുന്നത്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ്
കൃത്യമായി അതിനുള്ളൊരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട്, നേരത്തെ ബൈനറി പ്ലാൻ ആയിരുന്നെങ്കിൽ പിരമിഡ് സിസ്റ്റം അനുവദിക്കില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ഒഫീഷ്യൽസിന്റെ ഭാഗത്ത്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു നീക്കമെന്ന് മനസ്സിലാക്കിയ കമ്പനി ആ പിരമിഡ് സിസ്റ്റത്തിനെ മറികടക്കാൻ വേണ്ടി ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുന്ന പ്ലാനിലേക്ക് നമ്മളെ കമ്പനി കൊണ്ടുവന്നു. ആദ്യം ചെയ്ത പണി അതാണ്. രണ്ടാമത്തെ കാര്യം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയേക്കാൾ ഫാസ്റ്റായി ലോകത്ത് വളരുന്ന മറ്റൊരു ഇൻഡസ്ട്രിയെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. അതാണ് വെൽനസ് ഇൻഡസ്ട്രി. വെൽനസ് ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റ് ഫാസ്റ്റായി നിലവിലുള്ളതിന്റെ 100 മടങ്ങ് വർദ്ധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് കമ്പനി വെൽനസ് ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ചു. ആ വെൽനസ് ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെക്കുന്ന സമയത്തും അതിന്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കമ്പനി തുടക്കത്തിൽ ശ്രമിച്ചു. 6 ഉൽപ്പന്നങ്ങൾ, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾ 6 ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ടാണ് കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 22 ഉൽപ്പന്നങ്ങൾ. അപ്പോ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള 22 ഉൽപ്പന്നങ്ങൾ ഇന്നുണ്ട്. അന്ന് 6 ഉൽപ്പന്നങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയേക്കാൾ ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനോടൊപ്പം വളരുന്ന, ലോകത്തെ ഏറ്റവും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി മുൻകൂട്ടി മനസ്സിലാക്കാൻ നമ്മുടെ കമ്പനി മാനേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ പ്രത്യേകത. നമ്മുടെ കമ്പനി റീസ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ് കമ്പനിയിൽ നിന്ന് ഈ കമ്പനിയുടെ പേരിലേക്കും പുതിയ പ്രൊഡക്റ്റുകളുമായി കമ്പനി ലോഞ്ച് ചെയ്യുന്നത് 2013 മാർച്ച് 14-നാണ്. അതുകൊണ്ടാണ് നമ്മൾ 11 വർഷം കംപ്ലീറ്റ് ചെയ്ത കമ്പനി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തല്ല, 11ാമത്തെ വർഷം. അതായത് 2013 മുതൽ 2023 മാർച്ച് 14 കംപ്ലീറ്റ് ചെയ്തു. മാർച്ച് 14 ആകുമ്പോഴത്തേക്ക് 10 വർഷം കംപ്ലീറ്റ് ആയി. 2024 മാർച്ച് ആയ സമയത്ത് എത്രയുണ്ട്? 11 വർഷം കംപ്ലീറ്റ് ആണ്. നമ്മൾ 12ാമത്തെ വർഷത്തിലേക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ 11 വർഷം ഒരു കമ്പനി വളരെ പെർഫെക്റ്റ് ആയി ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കുറെ കാരണങ്ങൾ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഒന്ന്, ഒരു കമ്പനി കൃത്യമായി റൺ ചെയ്തു പോകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരസ്യങ്ങളില്ല, നമ്മൾ എവിടെയും കാണാറില്ല. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരസ്യങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിറ്റുപോകണമെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിറ്റുപോകുള്ളൂ. ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വിജയം. രണ്ടാമത്തെ വിജയം എന്ന് പറയുന്നത്, നേരത്തെ കമ്പനി എന്തുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തു, ഇപ്പോൾ ഒരു സ്ട്രഗിളും ഇല്ലാതെ പോകുന്നു എന്തുകൊണ്ട് വെച്ചാൽ, നമ്മുടെ ഓരോ പ്രൊഡക്റ്റും റീപർച്ചേസിങ് ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. പേസ്റ്റ് തീർന്നാൽ പേസ്റ്റ് പിന്നെ വാങ്ങും, കവചപ്രാശ് തീർന്നാൽ പിന്നെയും കവചപ്രാശ് വാങ്ങും, ഹെയർ ഓയിൽ തീർന്നാൽ പിന്നെയും വാങ്ങും. അതായത് ഓരോ പ്രൊഡക്റ്റും ഒരു വ്യക്തി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും 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 വാങ്ങാൻ നമ്മുടെ കമ്പനി അനുവദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അപ്പോ ഈ ഉൽപ്പന്നങ്ങൾ റീപർച്ചേസ് ഉള്ളത് കൊണ്ട് മാത്രം ഇതിൽ ലീഡേഴ്സായ ആളുകൾ വർക്ക് ചെയ്യണമെന്നില്ല. വെറും സെയിൽസ് ടേൺ ഓവർ ബോണസ് മാത്രമാണെങ്കിൽ എല്ലാവരും ഇതിനെ സ്നേഹിക്കണമെന്നില്ല. കമ്പനി ഇതിന്റെ ഇൻകം പ്ലാൻ, അല്ലെങ്കിൽ ഇൻകം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പേ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാതെ വയ്യ. ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻ, അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും പോകാൻ എന്തൊക്കെയാണോ അതിനു വേണ്ട ഗുണനിലവാരങ്ങൾ, ഘടകങ്ങൾ, ഇതൊക്കെ പാലിച്ചുകൊണ്ടാണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്യുന്ന സൂപ്പർ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സൂപ്പർ ക്വാളിറ്റി അടയാളം. ഈ അടയാളം കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുന്നതല്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്, ഇതിന് GMP സർട്ടിഫിക്കേഷൻ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും മാത്രമേ ഇതിന് ആയുഷിന്റെ സർട്ടിഫിക്കേഷനുകളിൽ അപ്ലൈ ചെയ്യാൻ, അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളൂ. അപേക്ഷാ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത്, ഈ ഉൽപ്പന്നം എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി പറയാൻ കമ്പനികൾക്കാവണം. അതായത് ഏത് കമ്പനിയിലാണ് ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ കമ്പനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന കമ്പനിയാണോ, എങ്കിൽ മാത്രമേ ഇതിന്റെ അപേക്ഷ ഫയൽ സ്വീകരിക്കുള്ളൂ.
ഈ അപേക്ഷ ഫയൽ സ്വീകരിച്ചാൽ പോലും ആ അപേക്ഷ ഫയലിൽ സ്വീകരിച്ച ഈ ഉൽപ്പന്നങ്ങൾ നിലവിൽ 3 ബാച്ചെങ്കിലും, 3 ബാച്ചാണ് പറയുന്നത്, 3 മാസം നല്ല 3 ബാച്ച്, 3 ബാച്ചെങ്കിലും മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യമായി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ വേണം എന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടില്ല എന്നർത്ഥം. അപ്പൊ 3 ബാച്ചെങ്കിലും മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും ആയുഷ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് ഈ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നായി പല ബാച്ചിലുള്ളതും ഒക്കെ ശേഖരിച്ച് ഓരോ ബാച്ചിലുള്ളതും ഒരേ ഫിംഗർ പ്രിന്റ് വെച്ചാൽ വിരലടയാളം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി മെഷർ ചെയ്ത് ആ മെഷർമെന്റ് നോട്ട് ചെയ്ത് നോക്കും, ഇതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്. അതിന് ഫിംഗർ പ്രിന്റ് എന്നാണ് ഇവിടെ പറയുക. ആ ഫിംഗർ പ്രിന്റ് 3 ബാച്ചും ഒത്തുനോക്കും. ആ 3 ബാച്ചും സെയിം ആണെങ്കിൽ നമ്മളെ ഇതിന് അപേക്ഷ സ്വീകരിക്കും. ഈ അപേക്ഷ സ്വീകരിച്ച് ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഇതിൽ ചേരേണ്ട ചേരുവകൾ എത്രയാണോ അതൊക്കെ എടുത്തു വെച്ച് ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ ചേരുവകളുടെയും ഗുണനിലവാരം പരിശോധിച്ച് അതിന് ഏത് വിധത്തിലുള്ള ഗുണനിലവാര പരിശോധനയാണോ വേണ്ടത് ആ വിധത്തിൽ ഗുണനിലവാര പരിശോധന നടത്തി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചേരുവകളാണ് എന്ന് ഉറപ്പുവരുത്തിയ മാത്രം നിർമ്മാണ അനുമതി കൊടുക്കുകയും നിർമ്മാണത്തിന് ശേഷം ആ ഉൽപ്പന്നത്തിന്റെ ഫിംഗർ പ്രിന്റ് നിലവിൽ എടുത്തു വെച്ച 3 ഫിംഗർ പ്രിന്റുമായി യോജിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തിയ മാത്രം അത് ഫീൽഡിലേക്ക് ആയുഷ് പ്രീമിയം മുദ്ര അടിച്ചുകൊണ്ട് പുറത്തേക്ക് വിടും. ഈ വിടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അടുത്ത ബാച്ച് പോകുന്ന സമയത്തും ഇതേ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ മാത്രമേ പുറമേക്ക് പോകാൻ അനുവദിക്കുന്നുള്ളൂ. തീർച്ചയായും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കേഷൻ നിരന്തരം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഒന്നാമത്തെ വിജയം. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബെല്ലു സാർ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊഡക്റ്റ് ആദ്യമായി നമ്മുടെ നിർബന്ധം കൊണ്ട് വാങ്ങുന്നുണ്ടാകാം, 2ാമത് 3ാമത് 4ാമത് 5ാമത് പിന്നെയും വാങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഗുണം കണ്ടിട്ടല്ല, നമ്മളെ മുഖം കണ്ടിട്ടല്ല അവർ വാങ്ങുന്നത് ആ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ഇത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായിട്ടാണ്. അപ്പൊ തീർച്ചയായും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആയുഷ് സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്, മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളും ആളുകൾ വാങ്ങുന്നത് സർട്ടിഫിക്കേഷൻ കണ്ടിട്ടല്ല, അവർ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും എല്ലാ സമയത്തും കൃത്യമായി ആളുകളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു സംശയവും വേണ്ട. ചില ആളൊക്കെ കുറെ കംപ്ലൈന്റ് പറയും, നേരത്തെ ഉണ്ടായത് ലൂസായിരുന്നു ഇപ്പൊ ടൈറ്റ് ആണ്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. മെഷീനറി പാക്കിംഗ് ആണ്, ഇതിന്റെ ചേരുവകളും അതിന്റെ ക്വാളിറ്റിയും സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾ വീട്ടില് കഞ്ഞി വെച്ചാൽ അറിയാം, കഞ്ഞിയിൽ അടങ്ങിയുള്ള കണ്ടന്റുകളൊക്കെ സെയിം ആണ്. പക്ഷെ ആദ്യം കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ലൂസായിരിക്കും, വെള്ളമായിരിക്കും കൂടുതൽ ഉണ്ടാവും. മുകളിൽ അടിയിലെത്തുമ്പോഴത്തേക്കും അതിന്റെ വറ്റ് കൂടുതൽ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ മെഷീനറി പാക്കിംഗ് ആണ്, ഒന്നും കൈകൊണ്ട് തൊടുന്നില്ല. നമ്മുടെ മുൾത്താനി ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പോകാൻ വേണ്ടി ഞാനും ബെല്ലു സാറാണ് ഒരു അഭിപ്രായം പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് മുൾത്താനി ഫാർമസ്യൂട്ടിക്കൽസ് സന്ദർശിക്കാൻ ഞങ്ങളുടെ ഒരു ബാച്ചിന് അനുമതി നൽകണം. അനീഷ് സാർ പറഞ്ഞു ഞാൻ നമ്മുടെ ബോബി സാറോടൊക്കെ സംസാരിക്കട്ടെ, ചോദിച്ചു നോക്കാം. അപ്പം ബോബി സാർ ഞങ്ങളൊക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ, ഒരു അഡ്വൈസറി മീറ്റിംഗ് തുടക്കത്തില്, അന്ന് STC മുതൽ എല്ലാവർക്കും കയറായിരുന്നു അഡ്വൈസറി മീറ്റിംഗ് തുടക്കകാലത്ത്. അവിടുന്ന് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുമതി തരണം. അവിടെ നിന്നാണ് കൃത്യമായി ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാറേ നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റില്ല, അവിടെ കയറണമെങ്കിൽ എല്ലാ മെഡിക്കൽ ടെസ്റ്റും നടത്തി നമുക്ക് ഒരു അസുഖവും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ആദ്യം തല മൊട്ടയടിക്കണം, കാരണം മുടി വീഴാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ പോയാല്. നമ്മള് മൊത്തത്തിൽ സാനിറ്റൈസ് ചെയ്യണം, നമ്മളെ നല്ല ക്ലിയർ ആക്കണം. അസുഖമില്ല എന്ന് ഉറപ്പുവരുത്തണം.
നമ്മൾ മുട്ട മേടിക്കണം, അവിടുന്ന് തരുന്ന ഡ്രസ്സ്, അവിടുന്ന് ഒരു PPE കിറ്റ് പോലത്തെ ഒരു കിറ്റ് തരും. ആ കിറ്റ് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഒരു പോക്കിന് 2 ആളുകൾക്കേ അനുമതിയുള്ളൂ. അതും അവിടുത്തെ സ്റ്റാഫിന്റെ നേരത്തെ മുൻകൂട്ടി പെർമിഷൻ വാങ്ങിയിട്ട് വേണം പോകാൻ. ബാച്ചായിട്ട് ഒന്നിച്ച് കയറാൻ പറ്റില്ല. കാരണം അതിൽ മനുഷ്യന്മാരുടെ ഇടപഴകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഈ ഫാർമസ്യൂട്ടിക്കൽസിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും പാക്കിങ്ങും ഒക്കെ മനുഷ്യന്മാരല്ല, മെഷീനറിയാണ്. അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന 2-3 ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ്, ഇതൊക്കെ മെഷീനറി ഓപ്പറേറ്റിംഗ്, പുറമേ നിന്ന് എല്ലാം കമ്പ്യൂട്ടർ മുഖാന്തരം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളല്ലാതെ ബാക്കി മുഴുവൻ മെഷീനറി വർക്കാണ്. അതുകൊണ്ടാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്പനി ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതാ. അതായത് ഏതെങ്കിലും മനുഷ്യൻ, എന്തെങ്കിലും അസുഖമുള്ളൊരു മനുഷ്യൻ അതിൽ കയറി ആ അസുഖത്തിന്റെ രോഗാണുക്കൾ അവിടെ പടരാൻ പാടില്ല. അത്ര പോലും നിഷ്കർഷമുള്ള ഒരു മാനേജ്മെന്റും കമ്പനിയും പ്രൊഡക്റ്റ് ഒക്കെയാണ് പറഞ്ഞു വന്നത്. അപ്പോ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ലതാണെന്ന് 100% ബോധ്യം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഇനി എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ സമയത്തും പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇത് മരുന്നല്ല. പിന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ്, 20ഓളം മിനറൽസ് ആവശ്യമാണ്, 13ഓളം വൈറ്റമിൻസ് ആവശ്യമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻസ് A, B, C, D, E, ഇത് ക്രമത്തിലല്ല പറയേണ്ടത്. B ലാസ്റ്റാ പറയുക, A, C, D, E എന്നൊക്കെ പറയാം. B എന്ന് മാറ്റി പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, B കോംപ്ലക്സുകളാണ്. B6, B12, അങ്ങനെയൊക്കെ വൈറ്റമിൻ ബിയുടെ കുറെ കോമ്പിനേഷൻസ് വേറെ. ശരീരത്തിന് ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. പ്രധാനമായും ആളുകൾ അസുഖങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആളുകൾ നല്ല ഭക്ഷണം കഴിച്ചു, ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത് ശരീരത്തിന് വേണ്ടുന്ന സാധനം നമ്മൾ ശരീരത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇഷ്ടംപോലെ അരി ഭക്ഷണം കഴിച്ചാൽ സ്റ്റാർച്ച് ഇഷ്ടംപോലെ കിട്ടും. സ്റ്റാർച്ച് ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനം. യഥാർത്ഥത്തിൽ മനുഷ്യൻ ധാന്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ടല്ല മനുഷ്യകുലം ഉണ്ടായ സമയത്ത് ജീവിച്ചു വന്നത്. പിന്നീട് മനുഷ്യനൊക്കെ ഒറ്റക്കെട്ടായി ഒരു സമൂഹമായി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് വളരാൻ തുടങ്ങിയ സമയത്താണ് കൃഷിയിലേക്ക് മനുഷ്യൻ മാറുന്നത്. അതുവരെ മനുഷ്യൻ പഴങ്ങൾ ഭക്ഷിച്ച് നടന്ന, അല്ലെങ്കിൽ മൃഗങ്ങളെ ഭക്ഷിച്ച മാംസബുക്കുകളുണ്ട്, സസ്യബുക്കുകളുണ്ട്. പക്ഷെ സസ്യബുക്കുകൾ കഴിച്ചിരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് പഴങ്ങളായിരുന്നു. വലിയ വലിയ പഴങ്ങൾ എന്ന് പറയും, ചെറിയ പഴങ്ങളോ വലിയ പഴങ്ങളോ ഒക്കെ ആയാൽ പഴങ്ങളായിരുന്നു കഴിച്ചത്, കിഴങ്ങുകളായിരുന്നു കഴിച്ചത്. ചില മനുഷ്യന്മാർ മൃഗങ്ങളെ ഭക്ഷിച്ചിരുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ നേരത്തെ തന്നെ മിശ്ര ബുക്കുകളായിരുന്നു, ധാന്യങ്ങളല്ല കഴിച്ചത്. കൃഷി ചെയ്യാൻ തുടങ്ങിയ അന്നു മുതലാണ് നെല്ലും ഗോതമ്പൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നതും അത് കഴിക്കാൻ തുടങ്ങുന്നതും. അതുവരെ മനുഷ്യൻ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിട്ടുണ്ട്. ആയുസ് കുറവായിരിക്കും, കാരണം മൃഗങ്ങൾ പിടിച്ചു അക്കാലത്തൊക്കെ. കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ മൃഗങ്ങൾ പിടിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ശരാശരി ആയുസ് കുറവായിരിക്കും. പക്ഷെ ജീവിക്കുന്ന മനുഷ്യൻ 100, 150, 200, 500 ഒക്കെ വർഷം ജീവിക്കുന്ന ലെവലിലേക്ക് മാറിയിരുന്നു പണ്ട്. പക്ഷെ ഇന്നതില്ല. കാരണം ഇന്ന് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ യാതൊരു പോഷകവും ഇല്ല. ശരീരത്തിന്റെ ഓരോ കോശങ്ങളും പെർഫെക്റ്റായി പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള എസൻഷ്യൽ ആയിട്ടുള്ള മൂലകങ്ങളില്ല എന്നുള്ള സത്യം. ഇത് എവിടുന്ന് കിട്ടും? ഇതും കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. പ്രകൃതിയിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യവും മാംസവും പഴങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ കൂടുതലായി ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടുന്ന ഒരുപാട് ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ പിന്നെയും ഉണ്ട് ലോകത്ത്. നെല്ലിക്ക സ്ഥിരമായി ഭക്ഷിക്കണമെന്നില്ല, പക്ഷെ 1, 2, 3 നെല്ലിക്കയൊക്കെ ഡെയിലി ഭക്ഷിക്കുന്നത് ശരീരത്തിന് ഗുണകരമാണ്. മനുഷ്യന് ഇഷ്ടമുള്ള സാധനം, ഭക്ഷണമാണ്. ഇലക്കറികൾ മനുഷ്യന് ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷെ നാട്ടിൽ കിട്ടാനില്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിക്കാതെ മാറ്റി വെക്കുന്നു. ശരീരത്തിന് ആവശ്യമായുള്ള മൂലകങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് ഇത് കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് കിട്ടാൻ, ലഭ്യമാകാനുള്ള സാഹചര്യം വളരെ ചുരുങ്ങിയ മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന, ഒരുപാട് കൃഷിത്തോട്ടങ്ങളുള്ള, കൃഷിഭൂമിയുള്ള, പറമ്പിലൊക്കെ അത്യാവശ്യം പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ വളരുന്ന ചുരുങ്ങിയ വിഭാഗം ആളുകൾക്ക് മാത്രമേ
ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമുള്ളൂ, ബാക്കി ആർക്കും ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രാധാന്യം. MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള 22 ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്തത് ഇവർക്ക് വേണ്ടിയാണ്. ശരീരത്തിൽ ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഫുഡ് സപ്ലിമെന്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും. അതിൽ എസ്പെഷ്യലി ഒരു സ്പെഷ്യാലിറ്റി ഉള്ള കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആയി നടക്കാൻ സഹായിക്കുന്ന മൂലകങ്ങൾ എന്തൊക്കെയാണോ അത് ചേർന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിവഗെയിൻ. ഓൾ ഓവർ ബോഡി എല്ലാ അവയവത്തിനും വേണ്ടുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം, എല്ലാ അവയവത്തിനും വേണ്ടുന്ന പോഷകങ്ങൾ അടങ്ങിയതാണ് കവചപ്രാശ്. എല്ലാ അവയവത്തിനും വേണ്ടുന്ന പോഷകങ്ങൾ അടങ്ങിയതാണ് 95. എല്ലാ അവയവങ്ങൾക്കും വേണ്ടുന്ന പോഷകങ്ങൾ അടങ്ങിയതാണ് സ്പൈറലിന ഗോൾഡ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകളെ പറ്റി പറയുന്ന സമയത്ത്, കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും അതിന് സബ്സിഡിയറി ആയിട്ട് ലിവർ ഫംഗ്ഷൻ ആണ് ബുദ്ധിമുട്ടെങ്കിൽ ലിവഗൻ ചേർത്ത് കൊടുക്കുന്നതും ഹാർട്ട് ഫംഗ്ഷൻ ആണ് ബുദ്ധിമുട്ടെങ്കിൽ വെൽഹാർട്ട് ചേർത്ത് കൊടുക്കുന്നതും അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ചേർത്താണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മാത്രമല്ല, ഓൾ ഓവർ ബോഡി പെർഫെക്റ്റ് ആവുകയും ആ പ്രൊഡക്റ്റിന് പ്രാധാന്യം കൊടുക്കുകയും. നിങ്ങൾ ഡോക്ടേഴ്സ് ഒക്കെ മെഡിസിൻ എഴുതുന്ന സമയത്ത് നോക്കിയാൽ മതി, അവര് മെഡിസിൻ ഒക്കെ എഴുതുന്ന സമയത്ത് ലിവർ ഫംഗ്ഷൻ ഡാമേജ് ആകാതിരിക്കാനുള്ള അതിന് വേണ്ടുന്ന വൈറ്റമിൻസ് എന്തൊക്കെയാണോ അതടങ്ങിയിട്ടുള്ള ഗുളികകൾ, വൈറ്റമിൻ ഗുളികകൾ ചേർത്ത് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ആ അവയവത്തിന് ബാധിച്ച അസുഖത്തിന്റെ അണുബാധയെ മാറ്റാനുള്ള കെമിക്കലും അതോടൊപ്പം തന്നെ ഇതുമായി വരുന്ന കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനുള്ള വൈറ്റമിൻസും ചേർത്താണ് അവർ എഴുതുക. അപ്പൊ തീർച്ചയായും ശരീരത്തിന് ആവശ്യമുള്ളത് വൈറ്റമിൻസ് ആണ്, മിനറൽസ് ആണ്. അത് ആർട്ടിഫിഷ്യൽ ആയി കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ, ശരീരത്തിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പ്രകൃതിദത്ത ചേരുവകളാണ്. ആ ചേരുവകൾ അടങ്ങിയ പ്രൊഡക്റ്റാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റോട് കൂടി അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റോടുകൂടി നമുക്ക് തരുന്നത്. അപ്പോ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ കയ്യിലേക്ക് വെച്ച് നിന്നിട്ട് കമ്പനി പറയാണ് നിങ്ങൾ വരുമാനം ഉണ്ടായിക്കോ. അപ്പോ ഈ വരുമാനം ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ വരുമാനം തരുന്നു, എത്രത്തോളം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു കമ്പനി, അത് നമുക്ക് മനസ്സിലാണെങ്കിൽ കമ്പനിയുടെ ഇൻകം പ്ലാൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രവർത്തിക്കുന്നവന് വരുമാനവും പ്രവർത്തിക്കാത്തവന് വരുമാനം കൊടുക്കാതിരിക്കാനുള്ള പ്ലാനിങ് കമ്പനി ഒരേ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈബ്രിഡ് ബൈനറി സിസ്റ്റം തന്നെ ഉണ്ടാക്കിയത്. രണ്ട് ഭാഗത്തും 1:1 പെയർ മാച്ച് ചെയ്താൽ മാത്രം വരുമാനം കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഒരാളെ കൊണ്ടുവന്നു, അയാൾ പിന്നെയും ആളെ കൊണ്ടുവന്നു, 100, 150, 200, 500, 1000 ആൾക്കാരായി. 1000ാമത്തെ ആള് വാങ്ങിയാലും എനിക്ക് വരുമാനം തരാൻ കമ്പനിക്ക് കഴിയുമോ? ഒരിക്കലും ഇല്ല. കാരണം 61% കമ്പനി ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമായി മാറ്റിവെക്കുന്നത് ടോട്ടൽ. നമുക്ക് 61% നേരിട്ട് തരുന്നില്ല, 45% തരുന്നത്. ഈ 61%-ൽ 1000ാമത്തെ ആള് വാങ്ങിയാൽ 4.5% തരുന്ന സമയത്ത് കമ്പനി 4500% മാറ്റി വെക്കണം. നടക്കുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ശതമാനം ഇല്ല. 100 രൂപയുടെ ഉൽപ്പന്നം വിറ്റാൽ 4500 കൊടുക്കാതെ പറ്റുമോ എവിടെയെങ്കിലും? പ്രായോഗികമല്ല. അത് കൃത്യമായി മനസ്സിലാക്കിയാണ് കമ്പനി ഹൈബ്രിഡ് ബൈനറി പ്ലാൻ കൊണ്ടുവന്നത്. വളരെ മിഷനോടും കൂടിയാണ് കമ്പനി ഇതിന്റെ പ്ലാനും ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കമ്പനിയുടെ ദീർഘവീക്ഷണമുള്ള കമ്പനിയാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി 20 വർഷത്തേക്കുള്ള പ്ലാനിങ് കമ്പനിയുടെ കയ്യിൽ റെഡിയാണ്. അടുത്തത് ആലോചിച്ചുകൊണ്ടിരിക്കുക. എത്രയോ തലമുറകൾ കൈമറിയാനുള്ള പ്ലാനിങ് ഓൾറെഡി ഉണ്ട്. 20 വർഷത്തേക്കുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് 20 വർഷത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യണം, എന്തൊക്കെ പ്രൊഡക്റ്റുകൾ പിൻവലിക്കണം, ഇതൊക്കെ കമ്പനി കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരണം, ഇതൊക്കെ കമ്പനി ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം ഇതിന്റെ ഇൻകം പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഇതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും. ഏതൊരു കമ്പനിയും അവരുടെ ഉൽപ്പന്നത്തിന്റെ ഉൽപാദന ചെലവും ലാഭവുമായി അവരെടുക്കുന്നത് 30%. നമ്മൾ 100 രൂപ കൊടുത്തൊരു ഉൽപ്പന്നം വാങ്ങിയാൽ മാക്സിമം 30% അവരുടെ ഉൽപാദന ചെലവും ലാഭവും. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഉൽപാദന ചെലവും ലാഭവും എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലാണ്. 39% കമ്പനി ഈടാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഏറ്റവും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കമ്പനി എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ 30% തീരില്ല എന്ന് ഇവർക്ക് അറിയാം. 39% മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി 60% കമ്പനിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ, കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ, അവിടുത്തെ സ്റ്റാഫിനെ നിലനിർത്താൻ, ഡാമേജുകൾ പരിഹരിക്കാൻ, അതേപോലെ തന്നെ
നമുക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസ് ആയിട്ട് തരുന്ന 45% കഴിഞ്ഞ് ബാക്കി വരുന്ന 16%, ആ 16%-ത്തിലാണ് നമുക്ക് പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, NTC ബോണസ്, അങ്ങനെയുള്ള 9 തരത്തിലുള്ള വരുമാനം നമ്മൾ തരുന്നു എന്ന് പറയുന്നത് ബാക്കി വരുന്ന 16%. ഈ 45% നമുക്ക് കൃത്യമായി കമ്പനി വീതിച്ചു തരുന്നു. ആ വീതിക്കാനുള്ള പ്ലാൻ നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാമിൽ നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക. ആ 45% മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. 17 ലക്ഷം ബിസിനസ് വോളിയം പെയർ മാച്ച് എന്ന സമയത്താണ് നമുക്ക് 2,10,000 തരിക. അപ്പൊ സ്വാഭാവിക 17 ലക്ഷം പെയർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ 35 ലക്ഷം പെയർ അല്ലാതെ ടോട്ടൽ 35 ലക്ഷത്തിന് ആണ് 2,10,000 കൊടുക്കുന്നത്. അപ്പൊ 35 ലക്ഷം ബിസിനസ് വോളിയം നിങ്ങൾക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹരിക്കണം 0.75. 75% ബിസിനസ് വോളിയം വെച്ചിട്ടാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്തത്. 75 അടിച്ചു കഴിഞ്ഞാൽ 46,66,666 രൂപ 66 പൈസ ഉണ്ടാവും. ഇതിന്റെ 45% എത്ര എന്ന് നിങ്ങൾ വെറുതെ അടിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് കൃത്യമായി 21 ലക്ഷം എന്ന് കിട്ടും. ആ 21 ലക്ഷം 10 സ്റ്റേജിലായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരാൾക്ക് 2.10, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 1.5 കൊടുക്കുന്നുണ്ടെങ്കിൽ 2.10 കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും താഴെ വരുന്ന സമയത്ത് 402 രൂപ ഉണ്ടാവും. 402 തൽക്കാലം ആ ആഴ്ച കൊടുക്കേണ്ടതില്ല. അത് തൽക്കാലം കമ്പനി ക്യാരി ഫോർവേഡിലേക്ക് മാറ്റും. ഇങ്ങനെ അതിന്റെ കൃത്യമായ പ്ലാനിങ് അത് നേരിട്ട് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. എന്ത് കഴിഞ്ഞാലും 10 സ്റ്റേജ് കൃത്യമായിട്ട് കൊടുത്തു പോകാൻ പറ്റും. അങ്ങനെ കൃത്യമായി കൊടുത്തു പോകാനുള്ള വലിയ വിഷനോടും മിഷനോടും കൂടി നല്ലൊരു പ്ലാൻ കമ്പനിയുടെ കയ്യിലുള്ളത് കൊണ്ടാണ് കമ്പനി ഏറ്റവും പെർഫെക്റ്റ് ആയി പോകുന്നത്. ഈ പറയുന്ന വരുമാനം തന്നെ കൃത്യമായി പെയർ മാച്ച് ചെയ്ത ആൾക്ക് മാത്രം കൊടുത്താൽ മതി, എല്ലാത്ത ആൾക്ക് കൊടുക്കണ്ട. വാഷ് ഔട്ട് ഇഷ്ടം പോലെ വരും. അപ്പോ നമ്മുടെ നമ്മുടെ ഈ ബിസിനസ്സിൽ കമ്പനിയെ സംബന്ധിച്ചോളം അതിന്റെ ഇൻകം പ്ലാൻ പെർഫെക്റ്റ് ആണ്, പ്രൊഡക്റ്റുകൾ പെർഫെക്റ്റ് ആണ്, മാനേജ്മെന്റ് പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആണ്, ലീഡേഴ്സ് പെർഫെക്റ്റ് ആണ്, അതിന്റെ സിസ്റ്റം പെർഫെക്റ്റ് ആണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയി മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് ഇന്ന് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്, വലിയ സാർ എപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവസാനം ഒരു കമ്പനി മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഇത് കാലുകൾ മുഴുവൻ ബലവത്തായിട്ടുള്ള കാലുകളാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാലുകൾ, പില്ലേഴ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പില്ലേഴ്സ് ആണ് ഇതിനകത്തുള്ള ഓരോ ലീഡേഴ്സും. ഒരു ലീഡറും അവന്റെ കൂടെ വന്ന ആളുകൾ തകർന്നു പോകണം, തരിപ്പണമായി പോകണം, അവൻ ഇല്ലാതെ പോകണം എന്ന് ആഗ്രഹിക്കില്ല. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പൊട്ടനാണ്, മരപ്പൊട്ടൻ എന്ന് വേണേൽ പറയാം. അല്ലാത്ത ആളുകളൊക്കെ എനിക്ക് വരുമാനം വേണമെങ്കിൽ എന്റെ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യണം, ആ സിസ്റ്റമാണ് എന്റെ കൂടെ വന്ന ഓരോ ആളുകളും എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാവും. ആ ബോധ്യമുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ വരുമാനം നേടിക്കൊടുത്തുകൊണ്ട് അവരെയൊക്കെ നന്നായി വളർത്തുന്ന സമയത്ത് ഇവരും വളരും, നമ്മളും വളരും, ഓരോരുത്തരും വളരും. ഇനി ചിലപ്പോൾ സംശയം ഉണ്ടാവും, ആദ്യം വന്ന ആളുകളാണ് ആദ്യം വരുമാനം ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുമ്പില് നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇഷ്ടംപോലെ ലീഡേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ആദ്യം വന്ന ആളാണോ പിന്നീട് വന്ന ആളാണോ വളർന്നു വലുതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ സിസ്റ്റം നന്നായി കൊണ്ടുപോകുന്നത് അവരാണ് വളർന്നു വലുതായത്. ആദ്യം അവസാനത്തിന് ഇല്ല. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇന്ന് RTC ആണ്, ഞാൻ NTC ആണ്, ഞാൻ CTC ആണ്, ഞാൻ ITC ആണ്, ഞാനാണ് ഏറ്റവും ടോപ്പിൽ. അല്ല. ഇനി വരാൻ പോകുന്ന ഒരു കക്ഷി ഇപ്പോ ITC WTC ആകുന്നതിന് മുമ്പേ ചിലപ്പോൾ ഡയമണ്ട് അയക്കാം. അവരെങ്ങനെ സിസ്റ്റത്തെ കൊണ്ടു നടക്കുന്നു, എങ്ങനെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആഗ്രഹിക്കുന്നു അതനുസരിച്ചിരിക്കും. ഇനി നേരെ തിരിച്ചു ആകാം. ഇന്ന് വളർന്ന് വരാൻ കഴിയാതെ പോയ ആളുകൾക്കും ചിലപ്പോ 3, 4, 5 വർഷമായിട്ടും എനിക്കൊന്നും എവിടെ എത്താൻ പറ്റിയില്ലല്ലോ, മറ്റുള്ള ആളുകൾക്ക് വളർന്ന് കയറിപ്പോന്നല്ലോ, ഞാൻ എപ്പോഴാവും? ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഫീൽഡിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയും കടന്നു വരും പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്, പവർഫുൾ ആയിട്ടുള്ള ആളുകൾ. അവർ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടാണെങ്കിൽ അവർക്ക് ആഗ്രഹം നിങ്ങൾക്ക് WTC ആകാനാണ് ആഗ്രഹം, പക്ഷെ അവർക്ക് ഡയമണ്ട് ആകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ അതിക്ക് മേലെ എത്തും. ഇതാണ് ബിസിനസിന്റെ പ്ലാൻ. അതായത് ഒരു മാജിക്കൽ പ്ലാൻ ആണ് കമ്പനിയുടെ കയ്യിലുള്ളത്. ഒരാൾക്ക് വളരണ ഒരു കഴിവും വേണ്ട, ഒരു വിദ്യാഭ്യാസവും വേണ്ട. വേണ്ടത് ഒറ്റ കാര്യമാണ്,
വളർന്നു വലുതാകാൻ ഉള്ളിൽ അടങ്ങാത്ത അഭിനിവേശം ഇതാർക്കുണ്ടോ അവർക്ക് കയറിപ്പോ. അങ്ങനെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, 100% ആത്മാർത്ഥത കൊണ്ട് നടക്കുന്ന സത്യസന്ധമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരാൻ പറ്റുന്ന ഒരു മേഖല ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അത് MILSL മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചൊക്കെ വരുമാനം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും മനുഷ്യന് മനസ്സമാധാനം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. ഇവിടെ മനസ്സമാധാനത്തോടെ ആസ്വദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിലും, മറ്റുള്ള ആളുകൾ നമ്മളിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് നല്ലത് പറയണമെങ്കിലും, കോടികൾ വരുമാനമുള്ള ആളുകളെ കൊണ്ട് തെറി പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കാണിച്ചു തരാം. അതേസമയത്ത് MILSL മാർക്കറ്റിംഗിൽ കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മളെ കൊണ്ട് നല്ലത് മാത്രം പറയുന്ന, നമ്മളെ സ്നേഹിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, MILSL മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുക, ആത്മാർത്ഥമായി ബഹുമാനിക്കുക, എല്ലാം ആത്മാർത്ഥമായി ചെയ്യുക, സത്യസന്ധയോടെ പെരുമാറുക, സത്യസന്ധമായി ചെയ്യാൻ, സത്യസന്ധമായ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അത് MILSL മാർക്കറ്റിംഗിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. ആ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക. നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾ പ്രൊമോട്ട് ചെയ്യുക. അവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക. അവരെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആരൊക്കെയോ കടന്നു വരും, അവർ നമ്മുടെ കുടുംബമായി അംഗീകരിക്കുക. അവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക. പിന്നെ ആളുകൾ കടന്നു വരും, ഒരു പരിചയമില്ലാത്ത ആളുകൾ, നമ്മുടെ ദേശത്ത് നമ്മളെ ഭാഷ അല്ലാത്ത ആളുകൾ കടന്നു വരും, അവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക. നമ്മളെ കൂടെ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ കിട്ടും. ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം കിട്ടും. ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. എത്രയോ ആളുകളെ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ മാനസികമായി ഉല്ലസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കണമെങ്കിൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, MILSL മാർക്കറ്റിംഗിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. കൃത്യം 6:50 നമുക്ക് 7 മണിക്ക് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മലയാളം.